രാവിലെ എണീറ്റ് വെറും 10 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് ഉണ്ടാക്കിയിട്ട് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാനായിട്ട്. പിസ്സയുടെ ഫ്ലേവറൊക്കെ ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ദോശയുടെ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ചേർക്കുന്നത് മൈദയാണ്. ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അതാ നല്ലത് കേട്ടോ. എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ മൈദ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ മൈദ ദോശയൊക്കെ കലക്കിയെടുക്കില്ല, അതേപോലെ ദോശയുടെ പരുവത്തിലൊന്ന് കലക്കിയെടുക്കുക. അപ്പോൾ കുറച്ചായിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബാറ്റർ ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല. കറക്റ്റ് ആ കൺസിസ്റ്റൻസിയിൽ കിട്ടിയാലേ നമുക്ക് പേപ്പർ മാതിരി ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു തവ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ദോശയുടെ മാവ് ഒഴിച്ചു കൊടുക്കുക. ഒരു ചെറിയ തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ദോശക്കല്ല് ഒരുപാട് ചൂടുണ്ടാവാൻ പാടില്ല, അപ്പോൾ ഇത് ഉരുണ്ട് പോകും, നമുക്ക് കറക്റ്റ് കിട്ടില്ല. ഇനി നമ്മളിത് ഒരു സൈഡ് മാത്രമേ വേവിക്കുന്നുള്ളൂ, തിരിച്ചിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അത് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നല്ല പേപ്പർ മാതിരിയുള്ള ദോശ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട, നടുക്ക് മാത്രം ആക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് ചീസാണ്. സ്ലൈസ്ഡ് ആയിട്ടുള്ള ചീസാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ മൊസറല്ലയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മക്കൾ ഉറപ്പായിട്ടും കഴിക്കും, കാരണം അത്രയും ഫ്ലേവർഫുൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. പിന്നെ കുറച്ചധികം ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ മോനിന് ഒറിഗാനോ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മക്കൾക്ക് വെജിറ്റബിൾസ് കഴിക്കാതെ വേറെ നിവൃത്തി ഉണ്ടാവില്ല, എന്തായാലും കഴിച്ചോളൂ അവർ. അപ്പോൾ കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്, മോൻ എന്നാലേ കഴിക്കുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിനൊന്ന് മടക്കിയെടുക്കാം. സ്ക്വയറായിട്ടൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ മടക്കിയെടുത്ത് കഴിഞ്ഞാൽ ഓരോ ബൈറ്റിലും ആ ചീസിൻ്റെയും ഒരു പിസ്സയുടെയൊക്കെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്നതുകൊണ്ട് മക്കൾക്ക് നല്ല ഇഷ്ടമാവും. ഇനി നമുക്ക് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് കുറച്ച് ഓയിൽ മാത്രമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ, 1-1.5 ടേബിൾ സ്പൂൺ ഓയിൽ മതി. അതിൽ നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ ഒരു സൈഡ് റെഡി ആകുമ്പോൾ നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ചീസ് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ടാവും ഉള്ളിൽ. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട് കേട്ടോ. ഇത്രയേ വേണ്ടുള്ളൂ. ഇനി നമുക്കിത് ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കാം. വളരെ തിന്നായിട്ടുള്ള ദോശ ആയതുകൊണ്ട് കുഞ്ഞു മക്കളാണെങ്കിലും എന്തായാലും ഒരു 2-3 കഴിച്ചോളും. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മൾ എന്നും നല്ല കിടിലൻ ലഞ്ച് ബോക്സ് റെസിപ്പീസ് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാം. മറ്റൊരു വീഡിയോ കാണാം. ബൈ.